വിളിച്ചത് കേട്ടോ. വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്കതൊന്ന് കാണാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. കാരണം മുളക് പൊടി ഉപ്പും അല്ല ഇതിനൊക്കെ എരിവുള്ളതല്ലേ, അത് കാരണം. അപ്പം പച്ചമുളകും ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനം നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെച്ചേക്കാനുള്ള അച്ചാറാണെങ്കിൽ നല്ലെണ്ണ വേണം. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് എണ്ണയാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ശകലം കൂടുതൽ എണ്ണ ഞാൻ ഒഴിക്കും, കാരണം ഇത്രയും സാധനം ഉണ്ടാക്കണമല്ലോ. ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടട്ടെ. പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, അതൊക്കെ ചുവപ്പ് തുടങ്ങുമ്പോൾ എണ്ണം കേട്ടോ. ഇഞ്ചി മൂത്ത്. ഇനി നമ്മൾ വെളുത്തുള്ളി ഇടുവാണേ. ശകലം ഉപ്പിട്ട് കൊടുക്കാതെ കേട്ടോ. ശകലം മഞ്ഞപ്പൊടി, ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല. ശകലം മതിയേ. ഇട്ട് കഴിയുമ്പോൾ നല്ല മണമൊക്കെ കിട്ടും. ഈ ഉള്ളി ഒരുപാട് അങ്ങ് മൂക്കണ്ട, എന്നാൽ ചെറിയതായിട്ടൊന്ന് മൂക്കുകയും വേണം. ആ പച്ചപ്പ് മാറണം, എന്നെങ്കിലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇരുന്നാലും ചീത്തയായി പോവില്ല. 1 വർഷം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ആ കറി ചീത്തയാകാതെ ഇരിക്കാം, ഇരുന്ന് കൂട്ടാം നമുക്ക്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ചൊർക്ക, വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കരുത്, ചൊർക്ക മാത്രം. അതുകൊണ്ടാണ് അത് ചീത്തയാകാതെ ഇരിക്കുമെന്ന് പറയാൻ കാരണം. വെള്ളം ചേർത്താൽ പൂത്ത് പോകും. അതുപോലെ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ അതിന് പൂപ്പലാവും, തണുപ്പ് മാറിക്കഴിയുമ്പോഴത്തേക്കും. ശകലം ശർക്കര ചേർത്ത് കൊടുക്കാം. ആ ഉപ്പും പുളിയും എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ഈ ശർക്കരയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. വെളുത്തുള്ളി അച്ചാർ റെഡിയായി. ഇച്ചിരി എണ്ണ തെളിഞ്ഞ് കൂടുതലായിട്ട് ഇരുന്നെങ്കിലേ വെളുത്തുള്ളി അച്ചാറിന് പഴക്കം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശകലം നല്ലെണ്ണ കൂടുതൽ ഒഴിക്കണം, വെച്ചേക്കാനാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.